நீங்க என்னமோ சொல்லணும்னு சொன்னீங்களே, என்ன விஷயம்? പറയാം. കമലം, നിന്നോട് എനിക്ക് നന്ദിയുണ്ട്. ഈ മദ്രാസ് ഞാൻ വണ്ടി ഇറങ്ങിയത് വെറും കൈയോടെ. എന്നെ ഇന്നത്തെ ശിവനാക്കിയത് നീയാണ്. ആ നിന്നെ മറക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും எதுக்காக இப்ப இதெல்லாம் சொல்றீங்க? ഇപ്പോഴേ അത് പറയാം. അത് പറയാൻ പറ്റിയ സമയം ഇതാണ്. ഇനിയൊരിക്കലായാൽ എനിക്കത് പറയാൻ കഴിഞ്ഞൊന്നും വരില്ല. നിനക്ക് വിഷമം തോന്നരുത്. ഞാനത് പറയുമ്പോ നിനക്ക് വിഷമം തോന്നും. പക്ഷേ ഇപ്പോഴത് പറയാതിരുന്നാൽ നീ കൂടുതൽ വിഷമിക്കും. நீங்க சொல்றது ஒண்ணுமே எனக்கு புரியல. നാം തമ്മിൽ പിരിയാൻ സമയമായി. ശിവാ, എന്നെ സഹായിക്കാൻ നീ എനിക്ക് തന്നിട്ടുള്ള പണം മുഴുവനും അതിന്റെ പലിശയോടെ നിനക്ക് തിരിച്ചു തരാൻ ഞാൻ തയ്യാറാണ്. எனக்கு உங்க பணம் தேவையில்லை, நீங்க தான் வேணும். എന്നെ മാത്രം ആവശ്യപ്പെടരുത്. എന്നെ ആരെങ്കിലും അവകാശപ്പെടുന്നത് എനിക്കിഷ്ടമല്ല. என் வயிற்றுல வளர்றது உன்னுடைய குழந்தை சிவா. സുമതി, സോറി. കമലം, ഇങ്ങനെ പറഞ്ഞ സ്ത്രീയെ ഇതിനു മുമ്പ് എനിക്ക് പരിചയമുണ്ട്. എന്റെ കുഞ്ഞിനെ കാണാൻ ഞാൻ കൊതിയോട് ഓടിച്ചെന്നപ്പോ അവൾ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് അത് എന്റെ കുഞ്ഞല്ലെന്നാണ്. சிவா, என் வயிற்றுல வளர்றது உன் குழந்தை. இந்த குழந்தைக்காகத்தான் நான் என்னுடைய எல்லாமே. നീ ആഗ്രഹിച്ചത് നിനക്ക് കിട്ടി. നീ ഒരു അമ്മയായി. പക്ഷേ ആ കുട്ടിയുടെ അച്ഛനാകാൻ എനിക്ക് താല്പര്യമില്ല. சிவா, நீ சொல்றது உண்மையாவா? ഞാൻ നുണ പറയാറില്ല. കള്ളം പറഞ്ഞ് ഒളിച്ചോടുന്നത് എനിക്കിഷ്ടവുമല്ല. മുഖത്ത് നോക്കി സത്യം പറയുന്നത് എനിക്കിഷ്ടം. சத்தியம், உனக்கு மனசாட்சி இருக்கா? உன் மனசுல கொஞ்சம் கூட தைரியம் இல்லையா? ഞാൻ വളരുന്നതേ ഉള്ളൂ. നിന്റെ വളർച്ച അവസാനിച്ചു കഴിഞ്ഞു. നിന്റെ കാൽക്കൽ എന്നെ തളച്ചിടാൻ നീ ശ്രമിക്കരുത്. ச்சீ, நன்றி கெட்ட நாயே, உனக்காகவா என் கணவனை நான். ആ വാചകം പൂർത്തിയാക്കരുത്. ആരെങ്കിലും കേൾക്കും. എന്നെ സഹായിച്ച കമലൻ ജയിലിൽ കിടക്കുന്നത് കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പോവുകയാണ്. എന്ത് സഹായം വേണമെങ്കിലും എപ്പോഴും നിനക്ക് എന്നോട് ആവശ്യപ്പെടാം. എന്നെ ഒഴിച്ചെന്തും. உன் உதவிக்காக உன் வீடு தேடி என் நாய் தான் வரும். പട്ടികൾ എന്റെ വീട്ടുമുറ്റത്ത് വരരുത്. അതിനെ കടിച്ചു കീറുന്ന വലിയ പട്ടികൾ ആ ബംഗ്ലാവിനകത്തുണ്ട്. Get out! I say you get out! ഞാൻ പോകുന്നു. ഇനി ഒരിക്കലും എന്നെ അന്വേഷിക്കരുത്. നാളെ ഈ മുഖം എനിക്ക് പരിചയം ഉണ്ടാവില്ല. സാരി കണ്ടോ? നന്നായിരുന്നില്ലേ? ഇത് കണ്ടോ? കൊള്ളാല്ലേ? മോളെ, മിസ്റ്റർ ശിവൻ നിനക്ക് വേണ്ടി തന്നതാ. ഇത് കണ്ടോ? നന്നായിരിക്കുന്നു ഈ നെക്ലേസ്. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ശരി, പോയിട്ട് വരൂ. Come, let's go. മിസ്റ്റർ ശിവൻ ഡൽഹിയിൽ നിന്ന് മിസ്റ്റർ ഗുപ്തയും വൈഫും ഈവനിംഗ് ഫ്ലൈറ്റിൽ എത്തുന്നുണ്ട്. നിങ്ങൾ വണ്ടി അയക്കണോ ഞാൻ അയക്കണോ? വേണ്ട, ഞാൻ അയക്കാം. ഞാൻ അവർക്ക് ഹോട്ടൽ താജിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. എടാ, എന്റെ 5 രൂപ അത് നിനക്ക് ഓർമ്മയുണ്ടോ? അതാണ് നിന്നെ ഇവിടം വരെ എത്തിച്ചത്. പാവം, തലയ്ക്ക് സ്ഥിരമില്ലാത്ത ഏതോ ഒരു സ്ത്രീ. ഇങ്ങനെ എത്രയോ തെണ്ടുകൾ ആരും അറിയാതെ ചത്തൊടുങ്ങുന്നത്. ഇവര് മനുഷ്യരല്ലേ? നമ്മൾ ആരെങ്കിലും ഇവരെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ?
നമുക്ക് ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അടുത്ത മീറ്റിംഗിൽ തന്നെ ഇവരെ പറ്റി ആലോചിക്കാം. That's all right. ഓക്കെ ദെൻ ബൈ. Bye. Bye. പോകാം. ഇതാണ് മിസ്റ്റർ ശിവനെ ഈ നിലയിലെത്തിച്ചത്. ആ തെണ്ടി പെണ്ണിനെ കണ്ടിട്ട് പോലും അയാൾ അവളെ ശ്രദ്ധിച്ചു. നമ്മളിതൊന്നും കാര്യമാക്കാറില്ല. വെറുതെ അല്ല മിസ്റ്റർ ശിവൻ വലിയവനായിരുന്നു. മിസ് മേനോൻ, യു ആർ വെരി ലക്കി. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മരുമകനെ കിട്ടിയല്ലോ. ഐ എം പ്രൗഡ് ഓഫ് ഹിം. നീ ഇപ്പൊ ഈ സമയത്ത് എന്തിനൂടെ വന്നു? ഇതാണ് പറ്റിയ സമയമെന്ന് എനിക്ക് തോന്നി. നാളെയല്ലേ നിന്റെ കല്യാണം. എന്റെ വരവ് ഇനി ഒരിക്കലേക്ക് നീട്ടിയാൽ ഒരുത്തിയെ കൂടി നശിപ്പിക്കും. അവളുടെ കണ്ണീരും കൂടി ഈ മണ്ണിൽ വീഴും. ഓ, ലോകത്തുള്ള മുഴുവൻ പെണ്ണുങ്ങളെയും രക്ഷിക്കാൻ ഇറങ്ങിയിരിക്കാണോ നീ? അതേടാ, അതെ. അതിനുള്ള സ്ഥലം ഇതല്ല. നിന്റെ സ്ഥലം എവിടാണെന്ന് എനിക്കറിയാം. തെരുവ് തിണ്ണ. തെരുവ് തെണ്ടി നടക്കുന്ന ഒരു വേശ്യയാണോ ഇനി എന്നെ പഠിപ്പിക്കാൻ പോകുന്നത്? ഞാൻ തെണ്ടിയാണ്, തെരുവ് വേശിയാണ്. ആ തെരുവിൽ നിന്നാണടാ ഇന്ന് നീ ഈ മാളികയിലെത്തിയത്. ഇതങ്ങോട്ട് വാങ്ങ്. വേണ്ട, അതൊരു കടമാണ്. ഇന്നലെ നീ അത് ഓർമ്മിപ്പിച്ചത് നന്നായി. അപ്പൊ തന്നെ ഞാനത് വീട്ടുകയും ചെയ്തു. എനിക്ക് ആരോടും കടപ്പാട് പാടില്ല. എനിക്ക് ആരെങ്കിലും 5 രൂപ തന്നിട്ടുണ്ടെങ്കിൽ അത് 5000 മടക്കി കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. കടം നിനക്ക് കൊടുത്തു വിട്ടാൻ കഴിയും. കടപ്പാടുകൾ നീ എങ്ങനെ വീട്ടി തീർക്കും? എനിക്ക് ആരോടും കടവും കടപ്പാടുമില്ല. ഉണ്ടടാ, എന്നോട് നിനക്ക് കടപ്പാടില്ലേ? എന്നെ കൊണ്ടല്ലേ നീ നിന്റെ ജീവിതം ആരംഭിച്ചത്? സോഫിയോട് നിനക്ക് കടപ്പാടില്ലേ? അവളെ കൊണ്ടല്ലേ നീ നിന്റെ ജീവിതം തുടർന്നത്? അപ്പയ്യോട് കടപ്പാടില്ലേ? ചെട്ടിയാരോടില്ലേ? കമലാമ്മയോടില്ലേ? രുക്മിണി, എടാ, എന്റെ ജീവിതം മുഴുവൻ നിനക്ക് വേണ്ടി ഹോമിച്ചവളാണ് ഞാൻ. നീ എന്നെ തഴഞ്ഞു, സോഫിയെ തഴഞ്ഞു. അവൾ ആത്മഹത്യ ചെയ്തു. ചെട്ടിയാരെ കൊന്നത് ആരാണ്? നീയല്ലേ? എന്നിട്ട് നീ കമലാമ്പാളിനെ ചവിട്ടിത്തള്ളി. ഇനി നാളെ ഒരു പെണ്ണിനെ ഇല്ല, ഞാനതിന് സമ്മതിക്കില്ല. നേടിയതുകൊണ്ട് അവകാശങ്ങളുണ്ടായി. എന്നെ അവകാശപ്പെടാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. ഞാൻ എന്റേതാണ്, എന്റേത് മാത്രം. ശരിയാണ്, നീ മറ്റാരുടെയും ആകാൻ ഞാൻ അനുവദിക്കില്ല. നീ നിന്റേത് മാത്രമായിരുന്നാൽ മതി.